just you and I, perfectly alone. Darling, I'm not scared to die. Oh, I was calling all alone, waking up indoors alone. 5-6 മാസമായി ഞങ്ങൾ ആക്ച്വലി ഞങ്ങൾക്ക് നേരത്തെ അറിയായിരുന്നു, എനിക്കും റോസിനും അറിയായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് കുറേ ഓഫീസിലൊക്കെ ഉണ്ടായിരുന്നു 7-8 കൊല്ലങ്ങൾക്ക് മുമ്പ്. അപ്പോൾ അപ്പോഴൊന്നും നമുക്കൊന്നും തോന്നിയിട്ടൊന്നുമില്ല. ഇപ്പോൾ കഴിഞ്ഞ ഒരു 5-6 മാസങ്ങൾക്ക് മുമ്പെയാണ് നമ്മൾ വീട്ടിൽ കല്യാണത്തിനെക്കുറിച്ച് ആലോചന തുടങ്ങിയതിന് ശേഷം ആണ് നമ്മളിതിനെക്കുറിച്ച് ആഴമായിട്ട് ചിന്തിക്കാൻ തുടങ്ങി. അപ്പം ആണ് അവിടെ എനിക്ക് റോസിന് ഞാനിവിടെ ഉണ്ടെന്നുള്ളൊരു ചിന്ത വന്ന്. ഇതിനാണോ പെണ്ണ് കുത്തുന്നത്? പെണ്ണിന്റെ ആങ്ങളാ? അല്ല, കുത്തുന്നില്ല, അവർ തരുന്നതേ ഉള്ളൂ. Fever dreams of indigo, stars are floating down below. I'm waking in your arms. But on the highway, I could stay on with you. On the highway, I could stay on with you. We're perfectly alone. Darling, it's just you. ഒരു പറഞ്ഞ പോലെ ഒരു 4 മാസം മുന്നേ ഞാൻ തീരുമാനിച്ചു അവളാണ് എൻ്റെ പാർട്ട്ണർ, അവൾ തീരുമാനിച്ചു ഞാനെന്ന് അവളുടെ പാർട്ട്ണർ എന്നുള്ളത്. അതിനുശേഷം പിന്നെ ഫുള്ള് എന്താ പറയുക, അടിപൊളിയായിരുന്നു കേട്ടോ ഇങ്ങോട്ടേക്ക്. പിന്നെ അതിന് ചുക്കാൻ പിടിച്ച 2 പേരാണ് സിദ്ധാർത്ഥ അനില. അപ്പം ബാക്കി നിൽപ്പുണ്ട്. അപ്പം അവരാണ് ഇതിനകത്തേക്ക് നമുക്ക് മെയിനായിട്ട്. ഇപ്പം എൻ്റെ ഫ്രണ്ട് സിദ്ധാർത്ഥ്, മെയിനായിട്ട് നമ്മുടെ ഫ്രണ്ട്, അവളുടെ ഫ്രണ്ട് അനില. അപ്പോൾ 2 പേരും കൂടെയാണ് ഇതിൻ്റെ അകത്തേക്ക് ഒന്ന് ഇടപെട്ട് നമ്മളെ കൂടുതലൊന്ന് ഒന്നിപ്പിക്കാനായിട്ട് ശ്രമിച്ചത്. നന്നായിട്ടുണ്ടായിരുന്നു, അടിപൊളിയായിട്ടായിരുന്നു. കഴിഞ്ഞ ഒരു 5-6 മാസമായിട്ട് സൂപ്പറായിട്ട് പോകും. I feel like a first kiss, can't miss kid in the candy store. I might be an outcast, red flag, knocking on your door. I'm one of a kind, not fitted in, never felt so right. I'm living my life, doing me and it feels so nice. I'm just a human being, I wouldn't change a thing. It feels good to be me. Like a sunset paycheck, just won the lottery. Feeling like a big star, new car, highway robbery. I'm one of a kind, not fitted in, never felt so right. I'm living my life, doing me and it feels so nice. I'm just a human being, I wouldn't change a thing. Feels good to be me.
നാമത്തിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, നന്ദി പറയുന്നു, മഹത്വപ്പെടുത്തുന്നു. കുടുംബത്തെ സ്ഥാപിക്കുകയും കുടുംബജീവിതത്തെ അനുഗ്രഹിക്കുകയും ചെയ്ത നല്ല തമ്പുരാനെ, പ്രിയപ്പെട്ട ക്രിസ്റ്റോയെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. നല്ല തമ്പുരാനെ, മരണം വരെ എന്നും വിശ്വസ്തയോട് ജീവിച്ചുകൊണ്ട് സകല മാലാഖമാരെ ഈ മക്കളോടൊപ്പം എപ്പോഴും എന്നും കൂടെ ഉണ്ടാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ മനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും. മൂന്നാം ദിവസം ഗലീലായിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവരോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയുമായിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2 or 3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിനെന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം പക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടുചെല്ലുവിനെന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരൂ. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തന്റെ മാസം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു.
shadow of your silhouette, moving just to survive. All that I wanted was to start again, stumbling through the crowd, feet lifting off the ground, looking for you, washing my fear away, standing you face to face, nothing to lose. I won't look back now. I feel the love, I wanna get to know you. I feel the love, let the past burn into the sun. I feel the love, I really wanna show you now. I feel the love, I wanna get to know you. I feel the love, let the past burn into the sun. Can't get enough, there's so much I wanna show you It's not over tonight. Stay in this moment, we can hide away. 'Cause they're gonna turn on the lights. We're burning bright, no one never fade. Stumbling through the crowd, feet lifting off the ground, looking for you, washing my fear away, standing you face to face, nothing to റോസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആൾ ഭയങ്കര പാവമാണ്. ഇപ്പം എന്ത് കാര്യമാണെങ്കിലും ഇപ്പം എൻ്റെ ഈ കോസ്റ്റ്യൂമിൻ്റെ കാര്യമൊക്കെ ആണെങ്കിൽ അവൾ ഭയങ്കര ഡ്രസ്സിനെ കുറിച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള ആളാണ്. ഇപ്പം എല്ലാ കാര്യങ്ങളും ഡ്രസ്സ് അവളുടെയും കാര്യങ്ങളും ഈച്ച് ആൻഡ് മൈന്യൂട്ട് കാര്യങ്ങൾ വരെ ശ്രദ്ധിച്ച് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ചെയ്യും. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പം എവിടെയെങ്കിലും സ്റ്റക്കായിട്ട് നിൽക്കുകയാണെന്ന് വിചാരിക്കുക, അവളുടെ ഒരു സൊല്യൂഷനുണ്ട്. പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണെങ്കിലും കണ്ടുപിടിക്കും. എക്സാമ്പിളായിട്ട് ഞങ്ങൾ ട്രിപ്പ് പോയപ്പം വർക്കിലെ ട്രിപ്പ് പോയപ്പം വണ്ടി കുടുങ്ങിപ്പോയി. നമ്മൾ 3-4 ചെക്കന്മാരുണ്ട്, ഇവൻ്റെ സിദ്ധാർത്ഥടക്കമുണ്ട്. നമ്മളെ കൊണ്ടൊന്നും പറ്റാത്തത് അവൾ അവിടുന്ന് ഒരു അരമണിക്കൂറിനുള്ളിൽ സംഗതി സോൾവ് ആക്കി തന്നു. അത് എങ്ങനെയാണെന്ന് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. അതാ ഞാൻ പറഞ്ഞത്, എന്തിനും സൊല്യൂഷനുള്ള ഒരാളാണ് റോസ് എന്ന് പറയുന്നത്. സോ ഇന്ന് ക്രിസ്റ്റോൻ്റെ മാരേജ് ആക്ച്വലി തുടങ്ങാൻ പോവാണ്. സോ വി ആർ സോ മച്ച് ഹാപ്പി. എല്ലാവരും കൂടെ ഇവിടെ ആഗ്രഹിച്ചിട്ട് ഈ പരിപാടിക്ക് വേണ്ടിയിട്ട് എല്ലാവരും വന്നിട്ടുണ്ടത് വളരെ ഹാപ്പിയാണ്. സോ വി ആർ സോ എക്സൈറ്റഡ്. യാ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ say
സ്വർഗീയ വരങ്ങളാലെയും വധൂവരന്മാരെ സമ്പന്നരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകാപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണം. അങ്ങയുടെ മഹത്വത്തിന്റെ മനുഷ്യകുലത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഈ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എന്റെ പുത്രിയെ ശ്രദ്ധിച്ചു കേൾക്കുക. നിന്റെ ജനത്തെയും പിതൃഗ്രഹത്തെയും നീ മറന്നു കളയുക. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്നെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. വിലയേറിയ കാഴ്ചകളുമായ രാജാവിനെ അവൾ സന്ദർശിക്കും. തൊഴികളായ കന്യകമാർ അവിടെ അനുഗമിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ വിളഞ്ഞു കിടക്കുന്ന മന്ദിരവള്ളിയാകും. നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും സൈൻമുളകൾ പോലെയുമായിരിക്കും. പരിശുദ്ധാത്മാവിനും സ്തുതി. അനുഗ്രഹിക്കട്ടെ. എപ്പോഴും എല്ലാറ്റിനും വേണ്ടി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുന്നു. ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കും. ഭാര്യമാരെ, നിങ്ങൾ കർത്താവിന് എന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കും. എന്തെന്നാൽ ക്രിസ്തു തന്റെ ശരീരമായ സഭയുടെ ശിരസ്സായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ്. ക്രിസ്തു തന്നെയാണ് ശരീരത്തിന്റെ രക്ഷകൻ. സഭ ക്രിസ്തുവിന് വിധേയരായിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ, ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ഇത് അവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധിയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യമാരെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. ക്രിസ്തു സഭയെ എന്ന പോലെ അവൻ അതിനെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും. അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇത് ഒരു വലിയ രഹസ്യമാണ്. സഭയോടും ക്രിസ്തുവിനോടും ബന്ധപ്പെടുത്തിയാണ് ഞാനിത് പറയുന്നത്. ചുരുക്കത്തിൽ നിങ്ങൾ ഓരോ വ്യക്തിയും തന്നെ പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. പരിശുദ്ധ സുവിശേഷം ശ്രദ്ധിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. പരിശുദ്ധ സുവിശേഷം. മൂന്നാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. ഈശോയുടെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ഈശോയും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ ഈശോയുടെ അമ്മ അവരോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. ഈശോ അവരോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എന്റെ സമയം ഇനിയും ആയിട്ടില്ല. അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ.
യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് ഈശോ അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരന്റെ അടുത്ത് കൊണ്ടുചെല്ലുവിൻ എന്ന് അവൻ പറഞ്ഞു. അവൻ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ച് വെച്ചുവല്ലോ. ഈശോ തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. മധുരന്മാർ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടി ആരംഭിക്കും. ഈ കുടുംബജീവിതം വിജയകരമായി നയിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനവും ഇവരിൽ നിറയ്ക്കുകയും അങ്ങയുടെ യഥാസക്ത വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യകിരീടം നേടുവാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങളെ ഇവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ക്രിസ്റ്റഫർ, റോസ്മേരി, നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക. തിരുസഭയുടെ മുൻപാകെ, നിങ്ങളുടെ പ്രിയപ്പെട്ട മുൻപാകെ നിങ്ങളുടെ സമ്മതം അറിയിക്കാനുള്ള സമയമാണ്. ക്രിസ്റ്റഫർ, മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ റോസ്മേരിയെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നുവോ? റോസ്മേരി, മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി ക്രിസ്റ്റഫറിനെ ഭർത്താവായി സ്വീകരിക്കുന്നുവോ? നിങ്ങൾ ഈ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളാണ്. നിങ്ങൾ തമ്മിലുള്ള ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം വലതുകരം ചേർത്ത് പിടിക്കും. അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. സ്നേഹത്തോടും മനസ്സിന്റെ ഐക്യത്തോടും കൂടി കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവായ ഈശോ മിശിഹാ നിങ്ങളെ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്നേക്കും സ്വീകരിച്ച കർത്താവേ, വിശ്വാസത്തിലും സ്നേഹത്തിലും വധൂവരന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ താലി ദയാപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിന്റെ പ്രതീകമായ ഈ താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തതയിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതമായിരിക്കുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇത് ഇവരുടെ വിശ്വസ്തതയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ സ്നേഹത്തിന്റെയും വിശ്വസ്തതയുടെയും അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കൃപാവരത്തിനനുസൃത വസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാരുണ്യവാനായ കർത്താവേ, ഈ മന്ത്രകോടി ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവേ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രമണിയുവാൻ
ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. കരുണാവർഷം പൊഴിയുന്നു മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏക മനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സഹോദരൻ, നിങ്ങൾ തലകുനിച്ച് ആശീർവാദം സ്വീകരിക്കുവിൻ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താൽ പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. തിരുസഭയുടെ ശിരസായ മിശിഹ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയും അവിടുന്ന് നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തെ സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അങ്ങയുടെ സംരക്ഷണത്തിന്റെ തണലിൽ ഇവരെ കാത്തുകൊള്ളണമേ. അവർ
അബ്രാഹത്തെയും സാറായെയും അനുഗ്രഹിച്ച ദൈവമേ, അഭേദ്യമായ ഐക്യത്തിൽ ഇവരെ ഒന്നിപ്പിച്ച പരിപാലനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നമ്മുടെ അമ്മയായ പരിസ്ഥിതികാവലയത്തിന്റെയും തിരുകുടുംബത്തിന്റെ നായകനായ മാറിയോസേഫിന്റെയും ആതിഥ്യം ഇവരുടെ കുടുംബജീവിതത്തെ ഐശ്വര്യപൂർണ്ണമാക്കട്ടെ. സകല വിശുദ്ധരുടെയും പ്രാർത്ഥന ഇവരെ സഹായിക്കുകയും ചെയ്യട്ടെ. സാരത്തിന്റെയും എന്നേക്കും. അനന്തമായ സ്നേഹത്താൽ പുരുഷനും സ്ത്രീയുമായി മനുഷ്യനെ സൃഷ്ടിക്കുകയും സൃഷ്ടികർമ്മത്തിൽ അവരെ പങ്കാളികളാക്കുകയും ചെയ്ത കാരുണ്യവാനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വിവാഹമെന്ന ഉദാശയാൽ നിർമ്മലമായ സ്നേഹത്തിലും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിലും അവിടുന്ന് നിങ്ങളെ കാത്തു പരിപാലിക്കട്ടെ. വിശുദ്ധായുടെ അവയവങ്ങളും പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളുമായ നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും പ്രീതികരവുമായ സജീവ ബലിയായി ദൈവത്തിന് സമർപ്പിക്കുവാൻ ഈ കൂദാശ നിങ്ങളെ ശക്തരാക്കട്ടെ. സന്താന സൗഭാഗ്യം നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപൂർണമാക്കുകയും നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യ നേരത്ത് സഹായിക്കുവാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയ മണവറയിൽ അവിടുത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും സമർപ്പിക്കുവാൻ നിങ്ങൾ യോഗ്യരാകട്ടെ. നവദമ്പതിമാരായ നിങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കുചേർന്ന എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അയ്യോ കയറും കാണുമെന്നോ, അവള് ഭയങ്കര റൊമാൻറ്റിക്കാണ്. എല്ലാവരും പറയും ആൾ റൊമാൻറ്റിക് ആണ്, പക്ഷെ ഞങ്ങൾ തമ്മിൽ ഭയങ്കര റൊമാൻറ്റിക്കാണ്. റൊമാൻറ്റിക് ഒരു രക്ഷയില്ല. നമ്മൾ സംസാരിക്കുമ്പോഴാണെങ്കിലും കാണുമ്പോഴാണെങ്കിലും അതിപ്പോൾ നമ്മളിപ്പോൾ പണ്ട് നേരത്തെ കണ്ടിട്ടുള്ളതാണെങ്കിലും പിന്നെ ഇപ്പോഴാണെങ്കിലും ആ ഒരു സെയിം പാറ്റേണിൽ തന്നെയാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു വ്യത്യാസമില്ല. എപ്പോൾ കാണുമ്പോഴാണെങ്കിലും എപ്പോൾ സംസാരിക്കുമ്പോഴാണെങ്കിലും ഫുൾ അടിപൊളിയാണ്. ഭയങ്കര കെയറിങ്ങുമാണ്. നമ്മളെക്കുറിച്ച് എല്ലാ ഡീറ്റെയിൽ ആയിട്ടും മൈന്യൂട്ട് കാര്യങ്ങൾ അവർ അന്വേഷിക്കും. എവറി അവർ നമ്മളെക്കുറിച്ച് അപ്ഡേറ്റ്സ് ഉണ്ടാവും. എല്ലാം സൂപ്പറാണ്, അടിപൊളി. ടൗണിലൊക്കെ കല്യാണങ്ങൾ എടുത്ത് ഈ ഭാഗത്ത് വന്നപ്പോൾ അതിന്റെ ഒരു വെറൈറ്റി വന്നത് എന്തായാലും വലിയ സന്തോഷം. സൂപ്പറല്ലേ, കഴിച്ചിലും മതിയായില്ല. ബോബൻ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും ഫുഡ് സൂപ്പർ ആയാലും ഒന്നും പറയാനില്ല.
അപ്പോൾ എന്തായാലും ഞങ്ങളെല്ലാവരും ഇവിടെ പങ്കെടുത്തിട്ടുണ്ട്. AKPയുടെ മെമ്പർമാരും നേതാക്കന്മാരും എല്ലാവരും ഇവിടെ ഉണ്ട്. എന്തായാലും ജെയിംസിന്റെ മകനായ ക്രിസ്റ്റഫർക്കും പദ്ധതിയിട്ടുള്ള റോസിനും എല്ലാവിധ ആശംസകൾ, ജില്ലാ കമ്മിറ്റിയുടെയും എല്ലാവരുടെ പേരിലും എല്ലാവിധ ആശംസകൾ. നമ്മുടെ ബ്രൈഡിനെയും ഗ്രൂമിനെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. And here we have the music accompanied them. So we warmly welcome Christopher and Rose to the stage. Today you made a new commitment. 2 ആഴ്ച മുൻപ് എനിക്ക് ഇവളെ സ്വീകരിക്കാൻ, എൻ്റെ ഭാര്യയെ സ്വീകരിക്കാൻ സമ്മതമാണ്, എൻ്റെ ഭർത്താവായി സ്വീകരിക്കാൻ സമ്മതമാണ് എന്ന് നമുക്കും ദൈവത്തിനും ഒക്കെ മുൻപിൽ 2 ആഴ്ച മുമ്പ് ഏറ്റു പറഞ്ഞ് ഇതാ ഇപ്പോൾ തോളോട് തോൾ ചേർന്ന് നെഞ്ചോട് ചേർത്തിരിക്കുകയാണ് ക്രിസ്റ്റഫർ റോസിനെ. ആൻഡ് റോസ് ഒരു 6 മാസം മുമ്പ് രണ്ടുപേരുടെയും സുഹൃത്തുക്കളായ സിദ്ധാർത്ഥും അനിലയും കൊണ്ടുവന്ന ഒരു പ്രപ്പോസലായിരുന്നു ക്രിസ്റ്റഫറിന്റെ റോസും റോസിന് ക്രിസ്റ്റഫറും നല്ലതായിരിക്കുമെന്ന് അവരുടെ മനസ്സിൽ എപ്പോഴും തോന്നിയൊരു തോന്നൽ. ആ തോന്നൽ ഇവരോട് 2 പേരോടുമായി പങ്കുവച്ചു. ആൻഡ് കേട്ട് കഴിഞ്ഞപ്പോൾ ഇവർക്കും തോന്നി yes, it will be good to be with him and with her. റോസ് സിദ്ധാർത്ഥിന്റെയും അനിലയുടെയും അന്നത്തെ ആ വാക്കിന് വില കൽപ്പിച്ചുകൊണ്ടാണ് എന്റെ ക്രിസ്റ്റഫറിനെ എന്റെ ഭർത്താവായി ഇതാ തൊട്ടടുത്ത് കിട്ടിയിരിക്കുന്നത്. എന്താണ് അനിലയോടും സിദ്ധാർത്ഥിനോടും ഈ ഒരു സമയത്ത് പറയാനുള്ളത്? ഓക്കെ, നന്ദിയാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ആ നന്ദിയുടെ കാരണം അത്രയും ഞങ്ങൾ മഞ്ഞുവേലുകാർക്കറിയാം. ബിക്കോസ് ഇവിടെ നമ്മൾക്ക് യൂത്തിന്റെ സൈഡിൽ നിന്ന് നോക്കുന്ന സമയത്ത് അത്രയും നല്ല തങ്കപ്പെട്ട സ്വഭാവമുള്ള ചേട്ടായാണ് വിശ്വനായി. സോ ഇവിടെ പള്ളിയുടെ കാര്യത്തിലാണെങ്കിലും നല്ല കാര്യങ്ങൾക്കാണെങ്കിലും ഓടി നടന്ന് എല്ലാവർക്കും കൂട്ടായി നിൽക്കുന്ന ഒരാളാണ്. സോ നമുക്കറിയാം ഷീസ് എ ജെം ആൻഡ് ഷീ റിയലൈസ്ഡ് ഇറ്റ്. ആൻഡ് ക്രിസ്റ്റഫർ, എന്താണ് സിദ്ധാർത്ഥിനോടും അല്ലയോടും ക്രിസ്റ്റഫർ ചേട്ടായിക്ക് പറയാനുള്ളത്? താങ്ക്സിനെക്കാളും പേര് സിദ്ധാർത്ഥിനോട് അല്ലയോടും സ്പെഷ്യലായിട്ട് ഓക്കെ, ഒരുപാട് നന്ദിയുണ്ട്. തീർത്താൻ തീരാത്ത നന്ദിയുണ്ട്. ഈ പൊന്നുപോലത്തെ റോസിനെ എനിക്ക് തന്നതില് നിങ്ങൾ കാരണമാണ് ഇപ്പോൾ ഞങ്ങളോട് നിൽക്കുന്നത്. താങ്ക് യു ഫോർ എവരിത്തിങ്. റോസ് തിരിച്ചറിഞ്ഞതുപോലെ തന്നെ ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. തനിക്ക് കിട്ടിയതൊരു ജെമ്മിനെ ആണ് എന്നുള്ള സത്യം.
ക്രിസ്റ്റോയ്ക്ക് റോസിനും മധുരം വെക്കട്ടെ. ക്രിസ്റ്റോ റോസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ക്രിസ്റ്റോ ഭയങ്കര എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ഒരാളാണ്. എല്ലാവരോടും അങ്ങോട്ട് പോയി സംസാരിക്കും. പിന്നെ ഫോട്ടോനൊന്നും അവന് പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞു കൊടുക്കേണ്ട കാര്യം പോലും ഇല്ല. അവൻ ഫുൾ ചിരിച്ച് ചെയ്തോളും. അവൻ്റെ ചിരിയൊക്കെ കണ്ട് അവൻ എങ്ങനെ അവൻ്റെ ക്യാൻഡിഡ് എടുത്താൽ പോലും അവൻ്റെ ഫോട്ടോ പെർഫെക്റ്റ് ആയിരിക്കും. അത്രയും ഫോട്ടോ ഫേസും അത്രയും എക്സ്ട്രോവേർട്ടും ആയിട്ടുള്ള ഒരാളാണ്. അത്രയും ഭയങ്കര സ്മൈലിങ് ഫ്രഷ് ആയിട്ടുള്ള ആളാണ്. റോസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ റോസ് കുറച്ച് ഇൻട്രോവേർട്ട് ടൈപ്പാണ്. സംസാരിക്കുക എല്ലാവരുടെ അടുത്ത് പെട്ടെന്ന് മിങ്കിളാവെല്ലാം ചെയ്യും. പക്ഷെ കുറച്ച് എന്താ പറയുക സെലക്റ്റീവാണ് ആള്. പിന്നെ കുറച്ച് എന്താ പറയുക സമയമെടുക്കും എല്ലാവരുമായിട്ട് ഇതാക്കാൻ. പിന്നെ അത്ര ഓപ്പണായിട്ട് എല്ലാം എക്സ്പ്രസ് ചെയ്യുന്ന കൂട്ടത്തിലല്ല. സോ ഇവരുടെ കോംബോ കാണാൻ നല്ല രസമായിരിക്കും, ഫണ്ണായിരിക്കും. It's always a good time. Slept in all my clothes like I didn't care. Hopped into a cab, take me anywhere. I'm in if you're down to get down tonight. 'Cause it's always a good time. Good morning and good night. I wake up at twilight. It's gonna be alright. We don't even have to try. It's always a good time. It's always a good time. We don't even have to try. It's always a good time. It's always a good time. Freak down, drop my phone in the pool again. Checked out of my room, hit the ATM. Let's hang out if you're down to get down tonight. 'Cause it's always a good time. Good morning and good night. I wake up at twilight. It's gonna be alright. We don't even have to try. It's always a good time. It's always a good time. We don't even have to try. It's always a good time. It's always a good time. We don't even have to try. It's always a good time. Doesn't matter when. It's always a good time then. ഉണക്കമുന്തിരി പരക്ക പരക്ക മടുക്കുവോളം തിന്നുക്ക തിന്നുക്ക തേങ്ങ കൊത്തന്ന കോരക്ക കോരക്ക വെറ്റിലെ പാത്തിൻ ചവയ്ക്ക ചവയ്ക്ക. ഈ പാട്ട് ഞങ്ങള് ചേട്ടായിക്ക് റോസ് ചേച്ചിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തു. It's always a good time. We don't even have to try. It's always a good time. It's always a good time. We don't even have to try. It's always a good time. അതേപോലെ ചേട്ടായി ആണെങ്കിലും എന്ത് പ്രായമായാലും നമ്മുടെ കുഞ്ഞു പിള്ളേരെ കളിക്ക് വരെ കൂടുന്ന അങ്ങനെ ഒരു ചേട്ടായിയാണ്. നമ്മളൊക്കെ ഭയങ്കര വൈബിന് ഇപ്പം എന്താണ് അപ്പന്മാരാണല്ലോ അമ്മമാരാ അവരുടെ വൈബ് നമ്മുടെ വൈബാണെങ്കിൽ കുഞ്ഞിപ്പിള്ളേരാണെങ്കിൽ കുഞ്ഞിപ്പിള്ളേരുടെ വൈബ് നമുക്ക് ഭയങ്കര ഫ്രീഡം ഉള്ള ഒരു ചേട്ടായിയാണ്.
ക്രിസ്റ്റോൺ ആദ്യം MNC ടാഗിൻ്റെ ചെയർമാൻ ആണ്. സോ MNC ടാഗിൻ്റെ ഞങ്ങൾ ടീമാണ്. പിന്നെ ടീമിൻ്റെ ചെയർമാൻ ക്രിസ്റ്റോ ആയിരുന്നു, ഇനിയും ക്രിസ്റ്റോ ആയിരിക്കും. സോ ആഗ്രഹം ഫസ്റ്റ് ക്രിസ്റ്റോന്റെ മാരേജ് പൊളിയായിരിക്കണം. പറയട്ടെ, അതായത് റോസിന്റെ ഭാഗ്യമാണ് ക്രിസ്റ്റോന്റെ ഭാഗ്യമാണ് റോസ്. രണ്ടാളും അടിച്ചു പൊളിച്ച് കുറെ നാള് നല്ല സന്തോഷത്തോടെ സമാധാനത്തോടെ ഹാപ്പിയായി ഇരിക്കട്ടെ അവർ രണ്ടുപേരും. ചേച്ചിക്കും റോസി ചേച്ചിക്കും ഞങ്ങളുടെ വക വിവാഹാശംസകൾ.